ശ്രീ N.K. അക്ബർ. N.K. അക്ബർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ മഞ്ഞളാംകുഴി അലി. മഞ്ഞളാംകുഴി അലി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അടുത്തത് OS അംബികയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. ശ്രീമതി OS അംബിക. OS അംബിക എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവ പ്രതിജ്ഞയാണ് ശ്രീമതി OS അംബിക നടത്തിയിരിക്കുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളൊക്കെ ദൈവനാമത്തിലും സൃഷ്ടാവിൻ്റെ നാമത്തിലുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സഗൗരവ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു OS അംബിക. അടുത്തതായിട്ട് ശ്രീ GR അനിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനെത്തുന്നത്. പിണറായി മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗം കൂടിയാണ് ശ്രീ GR അനിൽ. അടുത്തത് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയാണ് നിയമസഭയിൽ നടക്കാൻ. ശ്രീ GR അനിൽ. നെടുമങ്ങാട് MLA ശ്രീ GR അനിൽ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുകയാണ്. GR അനിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. GR അനിൽ അദ്ദേഹം സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. നെടുമങ്ങാട് MLA. അടുത്തതായി സത്യപ്രതിജ്ഞയ്ക്കായി സഭയിലേക്ക് എത്തുന്നത് ശ്രീ AP അനിൽകുമാറാണ്. അദ്ദേഹം നിലവിൽ മന്ത്രിസഭാംഗം കൂടിയാണ്, റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയാണ്. ശ്രീ AP അനിൽകുമാർ അടുത്തതായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ശ്രീ AP അനിൽകുമാർ. AP അനിൽകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വണ്ടൂർ MLA AP അനിൽകുമാർ അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. അടുത്തതായി സഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തേണ്ടത് ശ്രീ അനൂപ് ജേക്കബാണ്. നിലവിലെ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രി കൂടിയാണ് ശ്രീ അനൂപ് ജേക്കബ്. അദ്ദേഹവും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും.